കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ 2 ഡേറ്റിൽ നാം ആഘോഷിക്കുന്നു. ഒന്ന് ഡിസംബർ 21 അതുപോലെ തന്നെ ജൂലൈ 3. ഈ ദിവസങ്ങളാണ് മറ്റ് പുരാതന രാജ്യങ്ങളിലെല്ലാം മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടുന്നത്. ഈ ഓർമ്മ കൊണ്ടാടുമ്പോൾ വളരെ അത്ഭുതത്തോടെ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത്, ലോകത്തിൽ ഇത്രയും രാജ്യങ്ങളുണ്ടായിട്ടും ഈ ഭാരതത്തെ ദൈവമേ എന്തിനാണ് നീ തിരഞ്ഞെടുത്തത്? ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനെ ഭാരതത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സായി. ചൈനയുണ്ട്, ജപ്പാനുണ്ട്, ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ മറ്റ് പല രാജ്യങ്ങളും പഴയ സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഭാരതത്തിന് ചീട്ടു വീണത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ വിവിധ ജോലികൾക്കായി നിയോഗിക്കുമ്പോൾ അതിലൊരു പ്രധാന നിയോഗം അന്നറിയപ്പെട്ടിരുന്ന റോമ യവന സംസ്കാരവുമായി ഇടപെടുന്നതിന് വേണ്ടി അതിന് ശേഷിയും ചേമുഷിയുമുള്ള പൗലോസ്ലീഹായെ മാനസാന്തരപ്പെടുത്തി അന്നത്തെ യൂറോപ്പിലേക്ക് അയച്ചു. അതുപോലെ തന്നെ വളരെ ആളുകൾ ഭയത്തോടെ കണ്ടിരുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ഭാരതം, അത് പാശ്ചാത്യർക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഭാരതത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ കാലഘട്ടം BC 2000 മുതൽ 1000 വരെയുള്ള കാലഘട്ടമാണെങ്കിൽ, ഭാരതത്തിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ 3000 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ്. ഈജിപ്തിലേത് 5000 മുതൽ 4000 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ പുരാതന സംസ്കാരങ്ങളിൽ ഒന്നായ ഭാരതം, ഇവിടെയുള്ള വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളാണ്, ആഴമുള്ള സംസ്കാരം ഉള്ളതാണ്. അന്നറിയപ്പെട്ടിരുന്ന അക്കേഡിയൻ, സുമേറിയൻ, ബാബിലോണിയൻ, പേർഷ്യൻ, യവന, റോമ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നടിഞ്ഞെങ്കിലും ഇന്നും നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. സംസ്കൃത ഭാഷയും ഇവിടുത്തെ ദൈവത്തിൽ ആധ്യാത്മികതയിൽ ഊന്നിയ ഒരു സംസ്കാരവും ഈ വേലിയേറ്റങ്ങളിലൊന്നും പതറാതെ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. പാശ്ചാത്യർ പലപ്പോഴും ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടറിനോട് എതിർക്കുവാൻ ഭാരതത്തിലെ ഒരു രാജാവിന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നു. വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്രയും സംസ്കൃതിയുള്ള, സംസ്കാര സമ്പന്നമായ, ബുദ്ധിവൈഭവമുള്ള ഒരു ജനതയോട് സംസാരിക്കുവാനായി ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ച ഒരു വ്യക്തിയാണ് മാർത്തോമാ ശ്ലീഹ. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഏറിയ പങ്കും വലിയ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത മീൻപിടുത്തം തൊഴിലായി ഉപജീവനമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, മാർത്തോമാ ശ്ലീഹ ബേസിക്കായ ഒരു ആർക്കിടെക്റ്റായിരുന്നു. ഭാവന കാണുവാൻ, ഭാവനയിൽ ശില്പങ്ങൾ നിർമ്മിക്കുവാനുള്ള ബുദ്ധിവൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തെ കാണുന്നുള്ളൂ എങ്കിലും, കാണുന്ന എല്ലാ മാത്രയിലും വളരെ സാരവും അർത്ഥഗംഭീരവുമായ ഇടപെടലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുമ്പോൾ എല്ലാ ശിഷ്യന്മാരും, പത്രോസ് ഉൾപ്പെടെ, അതിന് തടസ്സം നിന്നപ്പോൾ അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയത് തോമാ ശ്ലീഹായാണ്. കർത്താവിൻ്റെ യാത്രയെ സംബന്ധിച്ച് വളരെ വിശാലവും വാചാലവുമായി സംസാരിച്ചപ്പോൾ അപ്പോസ്തലന്മാർക്കെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുവാൻ. ആർക്കും ധൈര്യമില്ലായിരുന്നു. അവിടെയും തോമാ ശ്ലീഹായാണ് ചോദിക്കുന്നത്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ
ഒരു വാചകം, ഒരു വാക്യം കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വീഴുവാൻ തക്കവണ്ണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളത് അതിന് കാരണക്കാരൻ തോമാസ് ശ്ലീഹായുടെ ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് വിശ്വസിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച് കണ്ടു വിശ്വസിക്കുന്നു, കേട്ട് വിശ്വസിക്കുന്നു, തൊട്ടു വിശ്വസിക്കുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഗ്രേഡിലാണ് തോമാസ് ശ്ലീഹ വരുന്നത്. അവർ പറഞ്ഞത് ഒരു മായാക്കാഴ്ചയോ അല്ലെങ്കിൽ കേട്ടറിവോ അങ്ങനെ ഒരു തോന്നലോ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അത് ടാഞ്ചിബിളാണ്, സ്പർശനവിധേയമാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം വാതിലുകൾ തുറക്കാതെ അകത്ത് പ്രവേശിച്ച് ഒരു തോന്നലല്ല, അത് സ്പർശിക്കുവാൻ തക്കവണ്ണം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരത്തെ സ്പർശിക്കുവാനും നിയോഗം ഏറ്റുവാങ്ങുവാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. 3-ാം നൂറ്റാണ്ടിൽ 318 പിതാക്കന്മാർ മാസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്താണ് വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയെങ്കിൽ കർത്താവിനെ തൊട്ട മാർദ്ദയിൽ ഏറ്റവും ശക്തമായും ചെറിയതുമായ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, യേശുക്രിസ്തു കർത്താവാണ്, ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ആരോടും ആലോചിക്കാതെ ധീരതയോടെ പറയുവാൻ സാധിച്ചു എന്നുള്ളതും തോമാസ് ശ്ലീഹായുടെ വലിയ പ്രത്യേകതയിൽ ഒന്നാണ്. അന്നാളുകൾ യാത്ര ചെയ്യുവാൻ മടിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. ഭാരതത്തിലേക്ക് വരുമ്പോഴുള്ള യാത്ര, കാലാവസ്ഥയിലുള്ള വ്യതിയാനം, ഭാഷയിലുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കാൾ ശിഷ്യന്മാർക്ക് ഭയം ജനിപ്പിച്ചത് ഇവിടെയുള്ള ജ്ഞാനികളുടെ ചോദ്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളതാണ്. വേദങ്ങളും ഉപനിഷത്തുകളിലുമൊക്കെ അടങ്ങിയിട്ടുള്ള ആഴമുള്ളതും മാറ്റമില്ലാത്തതുമായ വലിയ ജ്ഞാനസംഹിതകളെ വിശകലനം ചെയ്യുന്ന മുനിമാരുടെ അടുത്ത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് സുവിശേഷിക്കുവാൻ തക്കവണ്ണമുള്ളൊരു നിയോഗം എല്ലാവരും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് അപ്പോസ്തോലനാക്കി ഭാരതത്തിലേക്ക് അയച്ചു എന്നുള്ളത് ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ യാത്രയും ശ്രേഷ്ഠമായ സാക്ഷ്യജീവിതവുമാണ് ഭാരതത്തിലെ സഭയ്ക്ക് അസ്ഥിവാരമിട്ടത്, ഇന്നും അത് നിലനിൽക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരെല്ലാം അഭിമുഖീകരിച്ച ഒരു വലിയ പ്രയാസമുണ്ടായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ നൽവരമെല്ലാം പത്രോസിൽ നിന്നാണ് ഒഴുകുന്നത്. അതുകൊണ്ട് കാര്യമൊക്കെ സാധിക്കണമെങ്കിൽ പത്രോസിൻ്റെ അടുത്ത് പോകണമെന്നുള്ളൊരു ധാരണ അന്നത്തെ കാലത്ത് നമ്മുടെ പിതാക്കന്മാരെ വളരെയേറെ അലട്ടിയിരുന്നെങ്കിലും തോമാസ് ശ്ലീഹായെ പോലെ ധീരതയോടെ, ഭാരതത്തിൻ്റെ അപ്പോസ്തലനെ പോലെ ധീരതയോടെ നിൽക്കുവാൻ ഈ സഭയ്ക്ക് സാധിച്ചു. വളരെ ശാന്തശീലനായ ഔഗേൻ പ്രഥമൻ ബാവ എല്ലാ കാര്യങ്ങളിലും വിനീതനായി നിന്നിരുന്നപ്പോൾ തോമാസ് ശ്ലീഹായുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരു ഈറ്റപ്പുലിയെ പോലെ ചാടി എണ്ണീച്ച് നമ്മുടെ ജീവൻ തന്നെ പോയാലും മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ ആ സത്യത്തിൻ്റെ പ്രൗഢിയും മാറ്റും കുറയുന്നത് യാതൊന്നും നാം ചെയ്യുന്നതല്ല എന്ന് പറയുവാൻ സ്വതവേ ശാന്തശീലനും വിനയാന്വിതനുമായ ഔഗേൻ പ്രഥമൻ ബാവായ്ക്ക് സാധിച്ചത് നമ്മുടെ പൂർവിക പിതാക്കന്മാർ നിലനിർത്തിയിരുന്ന സ്വാതന്ത്ര്യബോധവും സത്വബോധത്തിൻ്റെയും പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനെ ദൈവം ഈ ഭാരതത്തിലേക്ക് അയക്കുമ്പോൾ നമ്മൾ മാർത്തോമാ ശ്ലീഹ നമ്മുടെ മാത്രം കുത്തകയല്ല. ഇന്ന് എല്ലാവരും മാർത്തോമാ ശ്ലീഹായെ ബഹുമാനിക്കുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ കൊച്ചു സഭയാണ്. ഈ സഭയാണ് അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളുമൊക്കെ സഹിച്ചത് എന്നുള്ളത് ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ആർക്കും അത് മനസ്സിലാകുകയില്ല. അന്ന് ചുറ്റും നിന്ന് ഉപദ്രവിച്ച ഒരു സഭ, ആ സഭയുടെ സത്യം ഇന്ന് ലോകം മനസ്സിലാക്കി മാർത്തോമാ ശ്ലീഹായുടെ മഹത്വവും പ്രൗഢിയും ഭാരതത്തിന് ഏറ്റവും അനുഗ്രഹമാണ് എന്ന്
എല്ലാവരാലും ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ എല്ലാവരേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കൊച്ചു സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ്. ആയതുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് തോമാസ് ശ്ലീഹായുടെ മക്കളെന്ന് നാം പറയുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ബുദ്ധിവൈഭവത്തോടുകൂടി ഭാരതത്തിലെ വിജ്ഞാനികൾ, ഇവിടുത്തെ എൻജിനീയറിംഗ് ആയാലും ഇവിടുത്തെ ഭാഷയായാലും, അന്ന് യൂറോപ്പൊക്കെ അന്ധകാരം പിടിച്ച് കിടക്കുമ്പോഴും വളരെ വിശാലമായ ഒരു സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നു. അജന്തയിലും എല്ലോറയിലുമൊക്കെയുള്ള ആ സംസ്കാരം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്യോപ്യയിൽ ലാലിബല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാറ തുറന്ന് ആ പാറയ്ക്കകത്ത് അതിമനോഹരമായ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുണ്ട്. അക്ഷരാഭ്യാസമില്ലെന്ന് കരുതുന്ന എത്യോപ്യയിൽ അതിനകത്ത് കയറുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഒരു പാറയ്ക്കുള്ളിൽ അതിമനോഹരമായ ഒരു ശില്പം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഭൂമിക്കടിയിലാണ്, താഴെ നിന്ന് നോക്കിയാൽ ഒരു പാറ കുരിശാകൃതിയിൽ വെട്ടി ആ കുരിശിനകത്ത് അത്യന്തം സുന്ദരവും വിശാലവുമായ ഒരു കത്തീഡ്രൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ അതിനെ പെടുത്തിയിരിക്കുന്നു. അത് നിർമ്മിച്ചത് ഭാരതത്തിൽ നിന്ന് വന്ന എഞ്ചിനീയർമാരാണെന്നാണ് എത്യോപ്യക്കാർ അഭിമാനത്തോടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എഞ്ചിനീയറിങ്ങിനേക്കാൾ വിശാലവും സങ്കീർണവുമായ ബുദ്ധിവൈഭവമുള്ളൊരു സമൂഹത്തോട് സംവദിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട നമ്മുടെ അപ്പോസ്തലൻ്റെ ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത്. നിർഭാഗ്യവശാൽ ഈ 2 ഡേറ്റ് ഉള്ളതുകൊണ്ടും നമുക്ക് മറ്റ് പലതിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും മലങ്കര ഒട്ടുക്ക് ഈ ദിവസം ആരാധന അർപ്പിക്കുവാൻ നിർദ്ദേശമുണ്ട് എങ്കിലും അതൊരു വലിയ പെരുന്നാളായി ആഘോഷിക്കുവാൻ ഇന്നും നമുക്ക് സാധിച്ചിട്ടില്ല. ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളിലും അതിൻ്റെ സ്ഥാപക പിതാവിൻ്റെ ഓർമ്മ അവിടുത്തെ വലിയ പെരുന്നാളാണ്. എല്ലാ ദേവാലയങ്ങളിലും ആരാധന അർപ്പിക്കത്തക്കവണ്ണം അങ്ങനെ ശ്രേഷ്ഠനായ മാർത്തോമാ ശ്ലീഹായുടെ മക്കളെന്ന നിലയിൽ അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എന്താണ് തോമാസ് ശ്ലീഹ നമ്മളോട് പറയുന്നത്? അവനോടുകൂടെ മരിക്കേണ്ടതിനും പോകാം. ഈ ലോകത്തിലെ തിന്മയ്ക്ക് മരിച്ച് അതിനോട് പോരാടുവാൻ ദൈവശക്തിയിൽ നമുക്ക് ശക്തി പ്രാപിക്കുവാൻ ഒരുപാട് തിന്മയുടെ വേലിയേറ്റങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനോട് പോരാടുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. തിന്മയിൽ ആമൃതരായി അതുമായി സമരസപ്പെട്ടു പോവുകയല്ല, അതിനോട് പോരാടുവാനുള്ള ശക്തിയാണ്. അതാണ് തോമാസ് ശ്ലീഹ പറയുന്നത്. അന്നത്തെ ശക്തികളോടൊക്കെ എതിരിടണ്ട എന്ന് പറഞ്ഞ് പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ കർത്താവിന് തടസ്സം നിന്നപ്പോൾ അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം. മാമോദീസായിലൂടെ ക്രിസ്തുവിലൂടെ മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന നമ്മൾ ഈ അന്ധകാര ശക്തികളോട് പോരാടുവാനുള്ള ശക്തി നമ്മുടെ ആധ്യാത്മിക ശക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് തോമാസ് ശ്ലീഹ നമ്മളോട് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്. അവൻ കേവലം ഒരു ഗുരുവോ വഴികാട്ടിയോ അല്ല, അവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ പുണ്യ പിതാവിൻ്റെ സ്മരണ നമ്മൾ കൊണ്ടാടുമ്പോൾ അപ്പോസ്തലൻ വളരെ ദീർഘദൂരം യാത്ര ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഏഷ്യ മൈനറിൽ ആ ഇട്ടാവട്ടത്തിൽ കടന്ന് കറങ്ങിയപ്പോൾ പൗലോസ്ലിഹായാണ് ഇല്ലുറുക്യം വരെയുള്ള യൂറോപ്പിൻ്റെ അങ്ങേയറ്റം വരെ യാത്ര ചെയ്തത്. എന്നാൽ അതിലും ദുർഘടമായ പ്രയാസപൂർണമായ ഭാഷയുടെയും കാലാവസ്ഥയുടെയും പ്രതികൂലതകളൊക്കെ അതിലംഘിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ, അതിന് ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങേയറ്റത്ത് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളെ പോലെ തന്നെ പുരാതനവും ആധ്യാത്മികതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള അവകാശവുമുള്ളൊരു സമൂഹമാണ് ഈ കൊച്ചു കേരളം. ദൈവമേ, ഈ കേരളത്തെ നീ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? പഞ്ചാബിലൂടെ കടന്ന് കേരളത്തിൽ വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ച ആ പുണ്യപിതാവിൻ്റെ സ്മരണ നമുക്ക് ശക്തമായി ആശ്രയമാകുന്നതിനോടൊപ്പം തന്നെ ആ പിതാവ് ജ്വലിപ്പിച്ച ആ ദീപം അത് അനേകർക്ക് പ്രകാശമായി ഈ ഭാരതത്തിലും ലോകം മുഴുവനും അറിയിക്കുവാനുള്ളൊരു നിയോഗം ഏറ്റുവാങ്ങുവാനുള്ള ദിവസം കൂടെയാണ് അപ്പോസ്തലൻ്റെ ഓർമ്മ പെരുന്നാൾ. അല്ലാതെ കേവലം പെരുന്നാൾ ആഘോഷിച്ച് പോവുകയല്ല,
ആ അപ്പോസ്തലൻ എന്നു വേണ്ടി നിന്നുവോ ആ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനും അതിൽ യാതൊരു ജാള്യതയും കൂടാതെ ധീരതയോടെ അഭിമാനത്തോടെ ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ് എന്ന് പറയുവാനും അദ്ദേഹം കൊളുത്തിയ വിളക്ക് കൂടുതൽ ജാജുല്യമാനമായി പ്രകാശിപ്പിക്കുവാനും അനേകർക്ക് പ്രകാശമായി ഈ സഭ രൂപാന്തരപ്പെടുവാനും തക്കവണ്ണം ഈ പെരുന്നാളിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആ പുണ്യപിതാവിൻ്റെ സ്മരണ നമുക്ക് കൃപ നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ. ഇത്രയും കാലം ഒരു ചിരാതിൽ ഈ വിളക്ക് കെടാതെ സൂക്ഷിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കാലത്ത് അത് കൂടുതൽ ശക്തിയോട് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ആയതിന് നമ്മെ ഓരോരുത്തരെയും ശക്തരും ധന്യരുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.